ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകൻ എൻ അജിത് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അജിത് സാർ, ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സഞ്ജുവിന് ഒരു ഇടിവെട്ട് ബാറ്റിംഗ് ആണ്. അതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാച്ച് അത്രയും ക്രൂഷ്യലാണ് സഞ്ജുവിന് എന്നുള്ളതാണ്. ഗ്രീൻഫീൽഡിൽ ഇത്രമാത്രം എനർജറ്റിക് ആയ ഒരു ഗാലറിക്ക് മുന്നിൽ സഞ്ജു തകർത്താടും എന്ന് കരുതാമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത്രയധികം സപ്പോർട്ട് സഞ്ജു എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ പുറത്തിരിക്കുന്ന നമ്മള് ഗ്രൗണ്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഗ്രൗണ്ടിൽ ഇവിടെ ഇരുന്നത് കൊണ്ട് കാണുമ്പോൾ വളരെയധികം ആനന്ദമാണ് കിട്ടുന്നത്. കാരണം ജനങ്ങളെല്ലാവരും എന്ത് യുണൈറ്റഡ് ആയിട്ട് ഗ്രൗണ്ടിലുള്ളവരും പുറത്തുള്ളവർക്കും ഒരേ ആഗ്രഹം ഒന്ന് തന്നെ, ഇന്ന് സഞ്ജു നന്നായിട്ട് സ്കോർ ചെയ്യണം, സഞ്ജു ആയിരിക്കണം. അതും ഭാഗ്യത്തിന് ഇന്ത്യ ആദ്യം ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സഞ്ജുവിനെ കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഫീൽഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സഞ്ജു അല്ല. അപ്പൊ ഫ്രഷ് ആയിട്ട് വരുന്നൊരു സഞ്ജു, ഫ്രഷ് ആയിട്ട് വന്നിരിക്കുന്ന ക്രൗഡിന്റെ മുമ്പിൽ സെഞ്ചുറി അടിച്ചാൽ ഏറ്റവും നല്ലത്. പക്ഷെ ഒരു നല്ലൊരു സ്കോർ ഞാനത് പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം സഞ്ജുവിന്റെ ബാറ്റിംഗ് അദ്ദേഹം അമിതമായ സമ്മർദ്ദത്തിലുണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം സ്വന്തം ക്രൗഡിന് മുമ്പിൽ ആദ്യമായിട്ടാണ് സഞ്ജു കളിക്കുന്നത്. ഇതുവരെ സഞ്ജു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഈ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. ഈ ഫസ്റ്റ് ടൈം കളിക്കുന്നതിന്റെ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ടാവും. അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വൈഫ്, കുട്ടികളെല്ലാം പേരൻസ് എല്ലാവരും ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആ ഒരു സമ്മർദ്ദം തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇക്കാലത്ത് ഇവരെല്ലാവരും പ്രൊഫഷണൽസ് ആണ്. ഇവർ ഈ പ്രൊഫഷണൽസ് ആവുമ്പോൾ ഇവർക്ക് ഇതൊന്നും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബാധിക്കാനേ പാടില്ല. ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് ബോളിങ്ങിനെ വളരെ കൃത്യമായി അനാവശ്യമായിട്ടൊരു റിസ്ക് ഒന്നും എടുക്കാതെ വളരെ സേഫ് ആയിട്ട് കളിക്കാൻ പോയാൽ എനിക്കറിയാം അത്രയും വലിയ ട്രമൻഡസ് ബോളിംഗ് ഒന്നുമില്ല. അവരുടെ ബെസ്റ്റ് ബോളേഴ്സ് ഇനിയും ബോൾ ചെയ്തിട്ടില്ല ഈ ടീമിലും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ലൊരു ഓപ്പണിംഗ് വിക്കറ്റ്. ഇപ്പൊ തന്നെ നമുക്കറിയാം അഭിഷേകിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ 2 ഇന്നിംഗ്സിൽ 50+, 2 ഇന്നിംഗ്സിൽ 0 ആണ്. അത് നമ്മൾ ആരും ആലോചിക്കുന്നില്ല. 2 ഇന്നിംഗ്സിൽ ഫസ്റ്റ് ബോൾ 0 ആണ്. അതും കൂടി ഒന്ന് നമ്മൾ നോക്കണം. അപ്പൊ അങ്ങനെയാണ് അഭിഷേകം വരുന്നത്. 2-0 കഴിഞ്ഞിട്ടാണ് അഭിഷേകം വരുന്നത്. അപ്പൊ അദ്ദേഹവും ചെറുതായിട്ട് സമ്മർദ്ദത്തിലാണ്. അപ്പൊ എല്ലാ വിധത്തിലും സമ്മർദ്ദം എന്നൊരു കാര്യത്തിന് അല്ലോ ഒരു വളരെ കറക്റ്റ് പോയിന്റ് ആണ്. ടീമിന് സമ്മർദ്ദമില്ല. കാരണം ജയിച്ചാലും തമ്മിൽ സീരീസ് വിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടില് രണ്ടുപേരും നല്ല സ്റ്റഡി ആയിട്ട് ശരിക്ക്, പ്രത്യേകിച്ച് മാറ്റ് ഹെൻറിയാണ് ഇവർക്ക് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ബോളർ. ആ മാറ്റ് ഹെൻറിയും ഡഫിയും ശരിക്ക് ആദ്യത്തെ 3-4 ഓവർ നന്നായിട്ട് കളിച്ചാൽ സംശയിക്കേണ്ട ഒരു 200+ സ്കോർ എത്താനായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. താങ്കൾ തുടരുക. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാതെ കളിക്കുക എന്നുള്ളത്. അതിന് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഓൾറെഡി ഈ പരമ്പര ഇന്ത്യ വിൻ ചെയ്തു എന്നുള്ളതാണ്. 2, ഇന്ന് കളി നടക്കുന്ന സ്റ്റേഡിയം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, അത് അത്രമാത്രം ഇന്ത്യക്ക് ഭാഗ്യം നൽകിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല അവിടുത്തെ ഈ ടെറിഫിക് ആയിട്ടുള്ള ഓഡിയൻസ്, അവിടുത്തെ ഗ്യാതറിൽ ഈ ഒരു ഓളം ഉണ്ടാക്കുന്ന പ്രേക്ഷകർ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി ആരാധകർ, ഇവരെല്ലാം തന്നെയായിരിക്കും അതിന്റെ സെക്കൻഡ് ഫാക്ടറായിട്ട് വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.